ഞാൻ വെൽഡിംഗ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരത്തിലേക്ക് വരുന്നത്. ഒരു 5 പേരുണ്ടായിരുന്നു ജോലിക്ക്. ആ ഒരു സമയത്താണ് ഈ ഒരു അവസരത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നത് എന്റെ അളിയൻ തന്നെയാണ്. ഭാര്യയുടെ ആങ്ങളെയാണ് ഈ ഒരു അവസരം പരിചയപ്പെടുന്നത്. പരിചയപ്പെടുത്തിയത് ഫോൺ വഴിയാണ്. ഒരു ദിവസം എന്നെ വിളിച്ച സമയത്ത് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജീഷ് ചേട്ടാ വീട്ടിലുണ്ടോ? ഞാൻ ആ വീട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം? പ്രത്യേകിച്ചും ഒരു അളിയൻ അങ്ങനെ വിളിക്കുന്ന ഒരാളൊന്നുമല്ല. നേരെ അളിയനല്ല, ഭാര്യയുടെ അമ്മാവന്റെ മകനാണ്. അപ്പോ എന്താണ് കാര്യം എന്ന് ചോദിച്ച സമയത്ത് അയാൾ അന്നേരം തന്നെ എന്നോട് എടുത്തു പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു ഉടായ്പ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഞാൻ അയാളോട് പറഞ്ഞത് വെച്ചാൽ ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണ്ട, എനിക്ക് താല്പര്യമില്ല, അല്ലാതെ എന്നെ വെൽഡിംഗ് ഷോപ്പിൽ ആവശ്യത്തിന് തിരക്കുണ്ട് എന്നാ ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഒരു ഉടായ്പ ബിസിനസ് അതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് പൈസ വേണ്ടാത്തത് കൊണ്ടൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഡെയിലി വിളിക്കും എന്നുള്ളത്. ഡെയിലി ഇതിന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും വിളിക്കുന്ന സമയത്തൊന്നും ഞാൻ ഫോൺ എടുക്കൂല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ പെട്ട ആ ഉടായ്പിൽ ഞാനും പോയി പെടുവല്ലോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം അളിയനല്ലേ. അപ്പോ അളിയനോട് പറയൂ, അളിയ ഭയങ്കര തിരക്കാണ്, പിന്നെ ഓരോരോ വീട്ടിൽ കൂടലുകള് അതുപോലുള്ള ഓരോരോ ഫംഗ്ഷനുകളുണ്ട്, അപ്പൊ രാത്രി വരെ വർക്കാണ്. വെറുതെ പറയുന്നത്, അങ്ങനെയുള്ള രാത്രി വരെയുള്ള വർക്കൊന്നും നമുക്കില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിയണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ 1.5 മാസത്തോളം ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവധവശം എടുത്തുപോയ സമയത്താണ് എന്നോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ട്, വീട് വരെ വരണം. അപ്പൊ തന്നെ നമുക്ക് എന്തായി, പിരി പോയി. കാരണം പണി കിട്ടിയല്ലോ. ഫോൺ എടുക്കാതിരുന്നത് ഇയാൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ഇയാൾ വന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇവരെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അന്ന് നമ്മുടെ നൗഫൽ സാർ, ഇന്ന് NTC സീലിംഗ് അച്ചീവർ ആയിട്ടുള്ള നമ്മുടെ നൗഫൽ സാറ് വീട്ടിൽ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അയാളെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് പാവം ഇയാളെ ഇവൻ പെടുത്തിയല്ലോ എന്ന്. പൊതുവേ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, ഇയാളെയും കൂടെ ഇയാൾ പെടുത്തിയല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഫോൺ എടുക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ബിസിനസ്സിൽ ചേരാൻ എനിക്ക് താല്പര്യമില്ല. ആ സമയത്ത് നൗഫൽ സാർ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കേൾക്കാൻ ബുദ്ധിമുട്ടില്ല, കേട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് പോകുന്നുള്ളതാണ് എന്റെ ചിന്ത. അങ്ങനെ കേൾക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പൊ എടുത്തടിച്ച് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, സ്വന്തം കമ്പനീനെ ആരും മോശമാക്കി പറയാൻ സാധ്യതയില്ല. അപ്പൊ എന്നോട് ഇവർ പറഞ്ഞു, ഇപ്പം ടെക്നോളജിന്റെ കാലല്ലേ, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്താണ് മനസ്സിലായത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പൊ നമ്മളൊന്ന് തണുത്ത്. അതുവരെ നമ്മൾ വലിയ ഈഗോയിൽ ഉണ്ടായിരുന്ന ആള് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത്. കാരണം ഒരു 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നല്ല, എന്ത് തന്നെ ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്പർ 1 ആവുക എന്ന് അറിയണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം എന്നുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് എന്നാൽ കേൾക്കാൻ തയ്യാറായി. ലേശം ഒന്ന് എന്തായി, ഒന്ന് തണുത്ത് നമ്മളെ ഒരു നിലപാടുന്നൊരു മാറ്റം വന്നു. അങ്ങനെ കേൾക്കാൻ തയ്യാറായി. കേട്ട് കഴിഞ്ഞ സമയത്ത് ആയുർവേദ പ്രോഡക്റ്റുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, WHO അംഗീകരിച്ചതാണ്. ഇതെല്ലാം കേട്ട സമയത്ത് പൊതുവെ ആയുർവേദം കുറച്ച് താല്പര്യം കൂടി ഉള്ളത് കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അയാളോട് ഞാൻ പറഞ്ഞു, ഓക്കെ, നൗഫൽ സാറിനോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, സാറേ ഞാൻ റെഡിയാണ്, പക്ഷെ പൈസ ഉണ്ടാക്കട്ടെ. എന്നോട് വലിയ പൈസ ഒന്നും പറഞ്ഞില്ല. 3 ID ക്രിയേറ്റ് ചെയ്യണം. 3 ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15,000 രൂപ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ പൈസ റെഡിയാക്കട്ടെ, എന്നിട്ട് വിളിക്കാമെന്ന്. അപ്പൊ അയാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഇത് ചെയ്യാനുണ്ടായ മെയിൻ കാരണം. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര വർഷമായി വെൽഡിംഗ് ഷോപ്പ് നടത്തുന്നു? ഞാൻ പറഞ്ഞു 10 വർഷമായി. 10 വർഷമായിട്ട് 5 ജോലിക്കാരും ഉണ്ട്. 10 വർഷമായിട്ട് ഒരു ദിവസം വെറും 10 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 36,500 രൂപ ഉണ്ടാവൂലേ? അതൊരു വലിയ കണക്കായി പോയി. കാരണം അതുവരെ 10 രൂപ പോലും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 90% ആളുകളോട് ഞാൻ ഇങ്ങനെ ചോദിച്ച സമയത്ത് പല ആളും പറഞ്ഞത് 1 രൂപ പോലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്കറിയാം 35% ചെലവ് വർദ്ധിപ്പിക്കുകയെ 5% വരവ് മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 35% ചെലവ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളും അത് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പൊ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ കണ്ടത് കുഞ്ഞന്റെ ബ്രേസ്ലെറ്റ് ആണ്. കുഞ്ഞന്റെ ബ്രേസ്ലെറ്റ് കണ്ടത് മാത്രമല്ല, ഭാര്യ ഇതൊന്നും കേട്ടില്ല. ഭാര്യന്റെ ആങ്ങളെ തന്നെയാണ് വന്നതെങ്കിലും ഇവൻ എന്തോ ഒരു ഉടായ്പിൽ ഇയാളെ പെടുത്താൻ വേണ്ടി വന്നതാന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഭാര്യക്കുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു റെഡി, കുഞ്ഞന്റെ ബ്രേസ്ലെറ്റ് വെച്ച് മറ്റന്നാൾ തന്നെ സംഭവം തുടങ്ങാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഭാര്യ എന്നോട് ചോദിച്ചു, എവിടുന്നാ കാശ് കണ്ട്? ഞാൻ പറഞ്ഞു കുഞ്ഞന്റെ ബ്രേസ്ലെറ്റ് വെക്കണം. നമ്മൾ പൊതുവെ ആണുങ്ങളെ ഒരു സ്വഭാവം ഉണ്ടല്ലോ,
എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നതാണെങ്കിൽ അത് വെക്കുന്ന സാധനം എടുക്കാൻ യാതൊരു മനസ്സോട്ട് കാണിക്കുകയില്ല. കാണിക്കുന്നതല്ല, അത് ഓരോരുത്തരെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ കുഞ്ഞിന്റെ ബ്രേസ്ലെറ്റ് വെച്ച് തുടങ്ങാൻ തീരുമാനിച്ച്. അപ്പോ ഞാൻ നഫൽത്താനോട് ചോദിച്ച്, പൈസ നിങ്ങളെ കയ്യിലാണോ തന്റെ? വേണ്ട, എന്നോട് പറഞ്ഞ അത് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ, ഞങ്ങൾ വരൂ, പ്രൊഡക്റ്റ് നമുക്ക് പോയി എടുത്ത് വരാൻ തന്നെ. ഞാൻ അന്നേരം അയാളോട് ഞാൻ ചോദിച്ചു, എവിടുന്നാ പ്രൊഡക്റ്റ് കിട്ടുക? പ്രൊഡക്റ്റ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. ഞാൻ പറഞ്ഞു പറ്റൂല, കാരണം വിശ്വാസം നമ്മൾ എന്ത് 100% പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് കാണണം, കമ്പനി ഔട്ട്ലെറ്റ് എവിടെയാണെന്നുള്ളത് കാണണം. കാരണം ഇതുപോലെ ഒരുപാട് ഉടായ്പകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് കോഴിക്കോട് പൂളാടിക്കുന്നാണ് അന്ന് ഔട്ട്ലെറ്റ് ഉള്ളത്. അവിടെ പോയി ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എത്തിയ സമയത്ത് അവിടെ ലോഡ് ഇറക്കുന്നതാണ്, ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ വന്നിട്ട് ലോഡ് ഇറക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് സംഭവം ബോധ്യം വന്നു, ഒരുപാട് ആളുകളുണ്ട്. നമ്മളാണെങ്കിൽ ഒരു വെൽഡിംഗ് ഷോപ്പുകാരൻ എന്നുള്ള രീതിയിലേക്ക്, വെൽഡിംഗ് ഷോപ്പുകാരനുള്ള ഒരു സാധാരണക്കാരുണ്ടാകുന്ന ഒരു ഡ്രസ്സ് രീതിയിൽ തന്നെയാണ് വന്നത്. ഒരു സ്ലിപ്പ് ഓൺസിന്റെ ചെരുപ്പും ഒരു കള്ളി ഷർട്ടും ഒരു ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു പാൻറ്റും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. ഞാൻ സാധനം എടുക്കാൻ വന്നത് 15,000 രൂപക്ക്. അവിടുന്ന് സാധനം ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, ഇങ്ങനെ വണ്ടിയിലേക്ക് എന്താകുന്നുണ്ട്, കാറ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്, ഡിക്കിയിലേക്ക് എടുത്ത് കയറ്റുന്നുണ്ട്. ഈ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോലും ഒരു നാണക്കേട്. കാരണം ഞാൻ എടുക്കാൻ വന്നത് 15,000 രൂപക്ക്, ഇവിടുന്ന് ഇവരെടുക്കുന്നതോ ഒരു 2, 3, 4 ലക്ഷം രൂപക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇത് ഒരു നല്ലൊരു ബിസിനസ് സാധ്യത ഉണ്ട്. അത്രയല്ലേ നമ്മൾ ചിന്തിക്കും. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് അന്ന് തന്നെ വീട്ടിലെത്തിയ സമയത്ത് നവൽ സാറെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഞാനും അളിയനും കൂടിയാണ് പോയത്, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് നവൽ സാർ പറഞ്ഞു, നിങ്ങൾ പെട്ടി പൊട്ടിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ല, പൊട്ടിച്ചില്ല. എന്നാ പൊട്ടിക്കണ്ട, അവിടെ തന്നെ വെച്ചേ. അപ്പോ അടുത്ത എന്താ ചെയ്യേണ്ടത്? നാളെ വടകര വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം അല്ല, ഈ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാന്നുള്ളത് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിറ്റ് തീർക്കണം. ഈ 15,000 രൂപന്റെ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു ലക്ഷ്യം. അപ്പൊ അത് ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ. അങ്ങനെ വടകര പോയി. വടകര ശ്രീമണിയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അന്ന് സത്യം മാഷാണ് കൺക്ലൂഡിങ് ചെയ്തത്. അപ്പൊ അവിടെ പോയി ഇരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു DTC ലീഡർ ഉണ്ട്. അയാളുടെ DTC ഒന്നും ഞാൻ അറിയൂല. അയാളോട് ഞാൻ ചോദിച്ചു, ഇത് നല്ല ബിസിനസ് ആണോ? അടിപൊളി ബിസിനസ് ആണെന്ന് പറഞ്ഞു. അയാളായിട്ട് അന്ന് എന്നോട് ഇത് മോശമാന്ന് പറഞ്ഞാൽ അന്ന് പോലും ഞാൻ നിർത്താൻ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം കണ്ടാൽ പോലും നമുക്ക് വിശ്വാസം വരണമെങ്കിൽ ഒരു സമയം എടുക്കും. കാരണം ഇതുപോലുള്ള ഒരുപാട് ഉടായ്പകൾ നമ്മൾ കണ്ടത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആരെയും കുറ്റം പറയാനൊന്നും പറ്റൂല. അങ്ങനെ ഇത് കേട്ട സമയത്ത് ഞാൻ ഈ പ്ലാനെല്ലാം കേട്ട് ഞാൻ വിചാരിച്ചു, ഇന്നലെ കേട്ട പ്ലാൻ തന്നെയാണ്, ശരി, ഓക്കെ. പിന്നെയാണ് ടീം കോർഡിനേറ്റർ, ഏരിയ ടീം കോർഡിനേറ്റർ ഇവരെല്ലാം വിളിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് മനസ്സിലായത്, 2 ലക്ഷം ബിസിനസ് വോളിയം മാച്ചായ ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത്, 2 ലക്ഷം ഇയാൾ വരുമാനം വാങ്ങുന്നുണ്ട്, അന്ന് മോശമില്ലല്ലോ, വരുമാനം വാങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. സംഭവം നമ്മൾ എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും ചില ആളുകൾ പറയും, കേട്ട് മനസ്സിലായോ? ഓ മനസ്സിലായി എന്നറിയും. ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. കാരണം ഇത് 1, 2, 3, 4 പ്രാവശ്യം കേൾക്കുന്ന സമയത്ത് മാത്രമേ ഇത് എന്താന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നൗഫൽ സാർ അന്ന് ATC റാങ്കിലാണ്. ATC റാങ്കിൽ അയാൾ കയറിയ സമയത്ത് ഞാൻ വെച്ചു, ഇയാള് 5 ലക്ഷം വരുമാനം വാങ്ങുന്നുണ്ട്. എന്നേരെ പിന്നെ കാണുന്നത് അങ്ങനെ ഓരോ ലീഡർമാരും 25 ലക്ഷം, 75 ലക്ഷം, ഇങ്ങനെ പറഞ്ഞു പോയി. അവസാനം സത്യമാശ കൺക്ലൂഡിങ് ചെയ്തു. കൺക്ലൂഡിങ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് പൊതുവെ പറയും, പിന്നെ ഈ തറപ്പറമ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെണ്ട അടിച്ചിട്ട് ഈ ഉറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല, ഈ ചെണ്ട അടിച്ച് മുറുകി കഴിഞ്ഞാൽ ഈ ഉറയുന്ന ആളുകളെ കയ്യിൽ പിന്നെ വാളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അവരായിക്കോളൂ എന്ന് പറഞ്ഞ പോലെ ഇത് എന്റെ തലയിൽ ഇതുങ്ങ് കയറി. ഇത് കയറിയ പിന്നെ എന്റെ പ്രശ്നം വെച്ചാൽ പിന്നെ ഉറക്കില്ല എന്നുള്ളതാ. ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അതൊരിക്കലും എനിക്ക് ഇന്ന് ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ്. ആ ദിവസം എനിക്ക് ഉറക്ക് വരുന്നില്ല. കാരണം ഞാൻ ഒരു 12 മണിക്കേ കിടന്നിട്ടുള്ളൂ. അന്ന് ഭാര്യ വീട്ടിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഭാര്യ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ പൊതുവെ ഭാര്യയുടെ അച്ഛൻ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകും. ഞാൻ ഇന്നവരെ അയാൾ ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ 7 മണിക്ക് എണീക്കും. 7 മണി 8 മണിക്കാണ് ഞാൻ എഴുന്നേക്കും. എന്നാൽ അന്ന് ഭാര്യന്റെ അച്ഛൻ എത്ര മണിക്ക് എണീറ്റെന്ന് ഞാൻ അറിയൂ, അയാൾ പോയത് അറിയൂ, എല്ലാ സംഭവവും ഞാൻ അറിയും. കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ആദ്യം മലന്ന് കിടന്ന് ഉറങ്ങി നോക്കി. ഒരു മണിക്കൂറിന് ശേഷം എണീറ്റ് കുറെ ആളുകളെ ലിസ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് ഒരു 2 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് പിന്നെയും കുറെ ആളുകളെ ലിസ്റ്റ് എഴുതി. 3 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് കുറെ ആൾക്കാരെ ലിസ്റ്റ് എഴുതി. അങ്ങനെ 5 മണിക്ക് ഞാൻ വിചാരിച്ചു നടക്കൂല, ഇത് കിടന്നാൽ കാര്യമില്ല, ഈ ഹൃദയം ഇങ്ങനെ ഇട്ട് അടിക്കുക. കാരണം ഇത് എങ്ങനെ രക്ഷപ്പെടണം? കാരണം അതുവരെ നമ്മൾ ഓരോ പല ജോലികൾ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും. വെൽഡിംഗ് ഷോപ്പ് തുടങ്ങുന്ന സമയത്തും ഭാവിയിലെ കോടീശ്വരൻ എന്നുള്ള രീതിയിലാണ് വെൽഡിംഗ് ഷോപ്പ് തുടങ്ങുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വലിയ കോടികളും കണ്ടുകൊണ്ടാണ് എന്താകുന്നത്. കോടികളൊന്നും ഇല്ലെങ്കിൽ ലക്ഷങ്ങളെ അന്ന് കാണുന്നുള്ളൂ, ഇന്നേ നമ്മൾ കോടികൾ കാണുന്നുള്ളൂ. അങ്ങനെ രീതിയിലാണ് നമ്മൾ എന്താകുന്നത്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇതൊന്നും ഈ രീതിയിലൊന്നും വിജയിക്കാൻ സാധ്യതയില്ല
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു 6 ദിവസത്തോളം ഈ ഉറക്കില്ലാത്ത പ്രശ്നം വന്നു. പക്ഷേ നൗഫൽ സാറിന് റെസ്റ്റേ ഞാൻ കൊടുത്തിട്ടില്ല. ആ ദിവസം മുതൽ എന്റെ കൂടെ പൊതുവെ എന്റെ കൂടെയുള്ള കുറെ ആൾക്കാർ പറയുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ പോന്നു തരണേ എന്നുള്ളത് പറയും. അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കൂടെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, അങ്ങനെ ചെയ്യണമായിരുന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഈ പ്രോഡക്റ്റ് എടുത്ത് ഒരു ഫയൽ എടുത്തിട്ട് ഞാനങ്ങ് ഇറങ്ങിയതാ. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് അന്നും ആയുഷിനെ പറ്റിയൊന്നും ആർക്കും അറിയില്ല. എന്താണ് ആയുഷ് എന്നുള്ളത് ആരും കേട്ടിട്ടില്ല. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ആയുഷ് എന്താണെന്നറിയാം, എലമെന്റ്സ് എന്താണെന്നറിയാം. അങ്ങനെ ഓരോ വീട്ടിൽ കയറും, അങ്ങനെ ഓരോ വീട്ടിൽ സാധനങ്ങൾ, പറ്റുന്ന സാധനങ്ങളെല്ലാം കൊടുക്കും. ഈ ഫയൽ വെച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ കൊടുത്തോണ്ടുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും. ഓരോ ദിവസവും ആൾക്കാരെ പരമാവധി ഒരാഴ്ച വന്ന് അടുത്ത ആഴ്ചയിലേക്ക് എത്ര പേരെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കണം എന്നുള്ളത് കണക്കൂട്ടും. അന്ന് എൻ്റെ അടുത്തൊരു സ്പ്ലെൻഡർ ബൈക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഒരു ജീപ്പ് സംഘടിപ്പിച്ചിട്ട് അതിൽ ആളെയും കൊണ്ടാണ് അന്ന് വടകരയ്ക്കും അതുപോലെ തന്നെ കോഴിക്കോടേക്കും എല്ലാം പോയിക്കൊണ്ടുന്നത്. അങ്ങനെയാണ് ശൈലേഷ് സാറെ ഒരു പ്രോഗ്രാം വരുന്നത്, RTP ആണ്. RTP വരുന്നത്. ആ RTPക്ക് പങ്കെടുത്തതിന് ശേഷം ആ RTP സമയത്താണ് ശൈലേഷ് സാർ പറയുന്നത്, ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്, MI ഉത്സവ് സീസൺ 2 നടക്കാൻ പോകുന്നുണ്ട്. ആ സീസൺ 2ലേക്ക് നിങ്ങൾക്ക് പെർഫോമൻസ് അടിച്ചുകൊണ്ട് കയറാൻ പറ്റും. അപ്പോ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സമയത്ത് 2000 രൂപ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നൗഫൽ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇതെന്തിനാ അങ്ങനെ ട്രെയിനിങ്ങിന്റെ ആവശ്യം? എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഒരു വെൽഡിംഗ് ഷോപ്പുകാരൻ എന്തിനാ ട്രെയിനിങ്? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ വികസിപ്പിക്കണമെങ്കിൽ അതിന് ട്രെയിനിങ്ങുകൾ വളരെ അത്യാവശ്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി, പോലീസ് ഡോഗിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ് ഉണ്ട്. സാധാ നാട്ടിലുള്ള ഒരു ഡോഗിനും എന്തിന്റെ ആവശ്യമില്ല? ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഈ ട്രെയിൻ ചെയ്ത ഡോഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡോഗിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് അതിന് ഭക്ഷണം കൊടുക്കുകയും അതിന് സ്മെല്ല് ചെയ്താൽ അറിയാൻ പറ്റും അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുള്ളതല്ല. അതെല്ലാം ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോ ജനിച്ച പാടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവെ നമ്മളെല്ലാവരും ട്രെയിനിങ്ങിന് കേൾക്കുന്ന സാധനമാണ്. ജനിച്ച പാടുള്ള ഒരു മനുഷ്യനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, അതൊരു പട്ടിയാണെങ്കിലും പശുവാണെങ്കിലും നീന്തി കിടക്കും എന്നെല്ലാം നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന തന്നെയാണ്. ഇതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യന് ട്രെയിൻ ചെയ്താൽ മാത്രമേ മനുഷ്യൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സമയത്താണ് 2000 രൂപ കൊടുക്കണോന്ന് മടിച്ചെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ തീരുമാനം പെർഫോമർ ആയേ പറ്റൂ. ആ പ്രോഗ്രാമിൽ നിർബന്ധമായിട്ടും പെർഫോമർ ആവും, സ്റ്റേജിന്റെ മുകളിൽ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ നൗഫൽ സാറിനോട് പറഞ്ഞു, എനിക്ക് ഏതായാലും പെർഫോമൻസ് അടിക്കണം. അന്ന് ആ സമയത്ത് പ്ലാൻ അറിയില്ല, ഒന്നും അറിയില്ല. പ്ലാൻ പറയുന്നത് ആരാ? നൗഫൽ സാർ പറയും, ഞാൻ ജസ്റ്റ് അയാളെ കൂടെ പോവാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്ലോസ് ചെയ്തെടുത്ത് ആ ഒരു സമയത്ത് തന്നെ 28 ദിവസമാണ് പൊതുവെ നമ്മളെ മാസം എന്ന് പറയുന്നത്. 26ാമത്തെ ദിവസം പെർഫോമൻസ് അടിക്കാൻ പറ്റി. ആ ഒരു സമയത്ത് അതുള്ള തീരുമാനം എന്ന് വെച്ചാൽ ഇതങ്ങ് ഉള്ളിൽ കയറി പോവാന്നുള്ളതാണ്. 11 മണിക്ക് തുടങ്ങി, രാവിലെ 7 മണിക്ക് തുടങ്ങി 11 മണി വരെ വർക്ക് ചെയ്യുന്നതാണ്. ഈ നൗഫൽ സാറിന് വായിലെ വെള്ളം പറ്റുന്നൊന്നും നമുക്കറിയാലോ, നമ്മളിത് പറയുന്നില്ലല്ലോ. നിങ്ങൾ നോക്കേണ്ടത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ബിസിനസ്, ഇത് നമ്മൾ ഓരോരുത്തരെ സ്വന്തം ബിസിനസ് ആണെന്നുള്ള രീതിയിൽ തന്നെ ഏറ്റെടുത്താൽ മാത്രമേ ഈ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് ട്രെയിനിങ്ങുകൾ വളരെ 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 അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. പല ആൾക്കാരും പറയും, ഇത് കേട്ടത് തന്നെയല്ലേ കേൾക്കേണ്ടത്, ചെയ്തത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ചെയ്തത് എപ്പാണോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളെ ലീഡറെ സഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്, അന്ന് മാത്രമാണ് നമ്മൾ ലീഡർ ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും അച്ചീവർ മാത്രമാണ്. ആ റാങ്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ കുറെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ റാങ്ക് ആയിക്കൊള്ളും. പക്ഷെ നമുക്കിത് എന്താ അറിയാന്നുള്ളതാ. നമുക്ക് ഒറ്റയ്ക്ക് ഇത് ഡെവലപ്പ് ആക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂ. ഞാനിപ്പോ കർണാടകയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു മാസത്തിൽ ഒരു 2-3 ദിവസം കർണാടകയിലായിരിക്കും. കർണാടകയിലുള്ള നമ്മളെ കൂടെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു മാസത്തോളായി. ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ഇവിടെ ആയിരിക്കും. എനിക്ക് കന്നഡ അറിയില്ല. ഒരു മലയാളി ആണ്. മലയാളിയോട് ഞാൻ മലയാളത്തിൽ പറയും, അവര് കന്നഡയിൽ പറയും.
ഇപ്പൊ കുറച്ച് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഹിന്ദി അത്യാവശ്യം ഗൾഫിൽ പോയതുകൊണ്ട് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഗൾഫിൽ പോയ സമയത്ത് അറബി പഠിക്കാൻ ലേശം ബുദ്ധിമുട്ടായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷും കൂടെ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ആണ് ഇത് ഡെവലപ്പ് ആക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെ ബിസിനസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ 2 ഷർട്ടെല്ലാം കാണുന്നില്ല. ഇത് ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഈ ഒരു തണുപ്പിൽ ഇതെല്ലാം ഇടേണ്ടത്, ഇതിന്റെ മുകളിൽ മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നടക്കൂ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോർണിംഗ് മീറ്റിൽ ഒരു മര്യാദയെങ്കിലും വേണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പിച്ച ഭയങ്കര തണുപ്പ്. നമ്മളെ നാട്ടിലൊന്നും അത്ര തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോ ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റെടുത്താൽ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. നമ്മൾ ഓരോരുത്തരെയും ബിസിനസ് ആണെന്നുള്ള കണ്ടറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. പിന്നെ ഇതിൽ വേണ്ട ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാറുള്ളത് ക്ഷമയാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ക്ഷമയാണ്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ക്ഷമയാണ്. നാലാമതാണ് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. ക്ഷമ ഇതൊരു മെയിൻ ഘടകമാണ്. കാരണം മനുഷ്യനെയാണ് നമ്മൾ എന്താക്കുന്നത്, മാനേജ് ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ, അയാളെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ, ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല മറ്റൊരാളോട് സംസാരിക്കുന്നത്. മാൻ മാനേജ്മെന്റ് ബിസിനസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാൻ മാനേജ്മെന്റ് അറിയണം. അത് നമ്മൾ പൊതുവേ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ പൊതുവേ ഞാൻ എല്ലാവരോടും പറയുന്നത്, എൻ്റെ ടീമിനോട് മൊത്തം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ടീമിനോട് വെറുപ്പ് പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ വെറുപ്പ് പിടിച്ചത് കൊണ്ട് ഇന്നേ വരെ ലോകത്ത് ഒരാളും വിജയിച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും എന്താക്കാൻ പറ്റൂല, വെറുപ്പോട് കൂടി ഏറ്റെടുക്കാൻ പറ്റൂല. വെറുപ്പുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൊതുവെ അറിയാം, അത് എന്താവും, നമ്മുടെ ഹോർമോണിന്റെ വ്യതിയാനം വരുത്തും. ഈ ഹോർമോണിന്റെ വ്യതിയാനം രോഗം വരുത്തും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാലോ അത് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ വെറുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നില്ല. അപ്പൊ ഹോർമോണിന്റെ വ്യതിയാനം വരുന്നില്ല. അപ്പൊ ഹോർമോണിന്റെ വ്യതിയാനം വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിന് ക്ഷമയാണ് ഏറ്റവും വേണ്ടത്. അതിന് നിങ്ങളെ ലീഡറെ തന്നെ എടുത്താൽ മതി. ചെരൂർ സാറെ മാത്രം എടുത്താൽ മതി. ക്ഷമ കാണണമെങ്കിലും സ്നേഹം കാണണമെങ്കിലും ചെരൂർ സാറെ മാത്രം എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് അതിന് വേറൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ സ്നേഹത്തിലൂടെ മാത്രമേ എന്താക്കാൻ പറ്റൂ, ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. മാനേജ്മെന്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഭാഷ ഒരു പ്രശ്നമല്ല. ഞാൻ ഇവിടെ ഈ കർണാടകയിൽ ചെയ്യുന്ന സമയത്തും അത് ഭാഷയല്ല, അത് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും അത് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതേതാക്കും ചെയ്യാൻ പറ്റും, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ബിസിനസ് മനസ്സിലാവണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ട് വന്നത്. അങ്ങനെ ഘട്ടമായിട്ട് വെൽഡിംഗ് ഷോപ്പ് ഒരിക്കലും ജീവിതത്തിൽ ആ വെൽഡിംഗ് ഷോപ്പിലൂടെ മാത്രമേ വിജയിക്കൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു 3 വർഷം മുന്നേ നിലവിലുള്ള വെൽഡിംഗ് ഷോപ്പ് പൂട്ടി ഇപ്പൊ ഫുൾ ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ട്രെയിനിങ്ങുകൾ, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഇതിന്റെ ഒരു വിശ്വാസം വന്നു. നമുക്കറിയാം, ഒരു വെൽഡിംഗ് ഷോപ്പ് 5 വർഷമായിട്ട് നടത്തുന്ന വെൽഡിംഗ് ഷോപ്പ് പൂട്ടണമെങ്കിൽ അതിന് എത്രത്തോളം വിശ്വാസം വേണ്ടി വരും? പൊതുവേ നമ്മളെ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ ബിസിനസിനെ പറ്റി അറിയാവോ? എൻ്റെ നാട്ടിലെ ഒരേ ഒരു പൊട്ടൻ ഉണ്ടെങ്കിൽ അത് ഞാനാണ്. കാരണം ഒരു പൊട്ടന്മാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലാത്ത ആൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല. പൊതുവെ നാട്ടിലുള്ള എല്ലാവരും ഭയങ്കര ബുദ്ധിജീവികളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ആൾക്കാർക്ക് നമ്മളെ കാണാൻ ബുദ്ധിയുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടനാകാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളെ വലിയ ബുദ്ധിജീവിയാണ്. ഇന്ന് പല ബുദ്ധിജീവികൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ട്, അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾക്ക് ആ ഒരു പൊട്ടലിലേക്ക് മാറാൻ പറ്റുന്നില്ല. പൊട്ടൻഷ്യലിൽ അയാളുള്ളത്. ഈ പൊട്ടനിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ പൊട്ടൻഷ്യൽ ആവും എന്നുള്ളത് നമുക്ക് ഭാവിയിൽ മാത്രമേ മനസ്സിലാവൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ വെൽഡിംഗ് ഷോപ്പുകാരൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒരു സാധാ വെൽഡിംഗ് ഷോപ്പുകാരൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയില്ലേ, സാധാരണ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടാവൂ. ഇൻസൈഡ് ആക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. DTC റാങ്കിലെത്തിയ സമയത്ത് ഇൻസൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതുവരെ ഒന്നും ഞാൻ ഇൻസൈഡ് ആക്കിയിട്ടില്ല. അന്ന് നൗഫൽ സാറും ശ്രീധരൻ സാറും എനിക്കൊരു പണി തന്നതാണ്. DTCയിൽ ചെറിയൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വിളിച്ച സമയത്ത് ഞാൻ ഇൻസൈഡ് ചെയ്തില്ല. അപ്പം എന്നെ കൊണ്ട് ഇൻസൈഡ് ചെയ്യിച്ച്, അതും എൻ്റെ ടൗണിൽ തന്നെയാണ് നടക്കുന്നത്. അവിടുന്ന് റൂമിൽ നിന്ന് കുഴപ്പമില്ല, റൂമിൽ നിന്ന് നമ്മൾ ആരും കാണാനും സാധ്യതയില്ല. അങ്ങനെ വൈകിട്ട് എന്നോട് പറഞ്ഞ് കട്ടൻ വേണ്ടേ നമുക്ക് നിശ്ചയം, അവൻ്റെ കട്ടൻ കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ അവിടുന്ന് കട്ടനിങ് വാങ്ങിക്കോ, ഞാൻ ഇൻസൈഡ് കഴിക്കാൻ നോക്കുമ്പോൾ എന്നോട് തന്നെ അത് പറ്റൂല, ഇൻസൈഡ് ആക്കിയിട്ട് വേണം കട്ടൻ വാങ്ങിക്കൊണ്ടുവരാൻ. പെട്ടല്ലേ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വല്ലാത്തൊരു പെടലായി പോയി. അങ്ങനെ കട്ടൻ വാങ്ങാൻ വേണ്ടി ഹോട്ടലിൽ ചെന്ന സമയത്ത് അളിയൻ അവിടെ ഇരിക്കുന്നു. ഇതെന്താ പരിപാടി? ഞാൻ ആകെപ്പെട്ട്, ഞാൻ നിന്ന് കോഴിക്കോട് വരെ പോകാൻ വേണ്ടി. അയാൾ ഉദ്ദേശിച്ച് വേറൊന്നല്ല, എന്തിനാ കട്ടൻ വാങ്ങുന്നത് അയാൾ ഉദ്ദേശിച്ചത്. നമ്മളെ തലയിൽ ഇതല്ലേ ഉള്ളത്, ഇൻസൈഡിലാ ഉള്ളത്. ഈ ഒരു ചിന്ത, ഇങ്ങനെയാണ് ഞാൻ ഇൻസൈഡ് ആക്കിയത്.
വേഗ് എന്ന് പറയുന്ന സാധനം ചോലിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ ഞാൻ പറയുന്ന തനി ഗ്രാമമാണ്. വേഗ് എന്ന് പറയുന്ന സാധനം തോളിലേക്ക് തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഏത് കോളേജിലാ, നമ്മളെ പണ്ടത്തെ ഒരു പരസ്യമില്ലേ, ഏത് കോളേജിലാ ഇങ്ങനെ പറഞ്ഞ് എന്നോട് ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ ഉള്ളിൽ നിന്ന് ഇത് കത്തിപ്പോകുന്നുണ്ടെന്നൊന്നും അവർക്ക് ആർക്കും അറിയൂല. നമ്മളിത് ഒരു വിധത്തിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് അത് കെടുത്താൻ വേണ്ടി കുറെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും. അവര് വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവർക്ക് ഒരു തമാശ മാത്രം. ഇതുപോലെ ഇങ്ങനെ തമാശ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. ഇന്ന് ഇൻസൈഡ് ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാള് എന്റെ നാട്ടിലുണ്ടെങ്കിൽ അത് ഞാനാ. അത് നമുക്ക് നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സാധനം വേണം. ഇന്ന് പല ആളും പറയുന്നത് ആ പൊട്ടൻ എന്തോ ഇൻസൈഡ് ആക്കി ദിവസവും വണ്ടി എടുത്ത് അങ്ങ് പോകുന്നത് കാണുന്നുണ്ട്. എന്തിനാന്നറിയില്ല. ഇതെല്ലാം കുറെ ദിവസത്തേക്ക് ഉണ്ടാവും, അത് കുറെ ദിവസം കഴിഞ്ഞാൽ കഴിയും. ഇതാണ് പൊതുവെ ആളുകളുടെ ഒരവസ്ഥ. ഇനി നിങ്ങളെ കുടുംബത്തിലും ചിലപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും, എൻ്റെ അനിയനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇക്കാക്കാനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യനെ കൊണ്ടുവരും. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല. എൻ്റെ അനിയൻ ഇന്നേ വരെ എൻ്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. ഇനി അനിയനെ ഞാൻ പ്രോഗ്രാം കേൾപ്പിച്ചിട്ടുണ്ട്, അനിയന്റെ ഐഡി മേടിച്ചിട്ടുണ്ട്. അനിയന്റെ ഐഡിയിലും ഒരു 65 ലക്ഷം ബിസിനസ് വോളിയം ആയിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ ഐഡി അനിയന്റെ ഐഡി തന്നെയാണ്, രണ്ടാമത്തെ ഐഡി ഭാര്യന്റെ ഐഡിയാണ്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് തന്നെയാണ് അടിച്ചത്. ഭാര്യയ്ക്ക് ഈ സാധനം ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇപ്പൊ കുട്ടികളോണ്ട് ചെയ്യാൻ പറ്റൂല. അനിയൻ ഇതുവരെ ചെയ്തില്ല, പക്ഷെ അനിയൻ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അനിയന് ഒരു പന്നി ഫാം ഉണ്ട്. എന്നോട് തുടങ്ങുന്ന സമയത്ത്, ഞാനും അവനും തുടങ്ങുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞ് ഞാൻ 3 വർഷം കൊണ്ട് ഒരു ലെവലിലേക്ക് എത്തും. പന്നി ഫാം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ, ഇപ്പൊ അത് 3 വർഷം കഴിഞ്ഞ്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു പന്നി ഫാമിൽ നിന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഒരു 4 മണിക്കൂർ എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇന്നത്തെ നിന്റെ വരുമാനം എത്രയാ? ഇന്നത്തെ എന്റെ വരുമാനം 400 രൂപ. ഞാൻ പറഞ്ഞു എന്റെ വരുമാനം 3000 രൂപ. ഞാൻ എവിടെയും പോയിട്ടില്ല, അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് സെയിൽ നടക്കുമല്ലോ, നമ്മളെ പല ജില്ലകളിലായിട്ട് സെയിൽ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ അവനോട്, എന്റെ വരുമാനം 3000 രൂപ, നീ മരണ അധ്വാനിച്ചിട്ട് നിന്റെ വരുമാനം 400 രൂപ. അപ്പോൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരൊറ്റ കാര്യമുള്ളൂ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആ ഒരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് 18 വർഷം മുന്നേ ബാങ്കുകാർ പോലും എന്താക്കിയിട്ടില്ല, ഈ സംഭവം എന്താന്നുള്ളത് അംഗീകരിക്കാത്തതുകൊണ്ട് അവർ ലോണ് കൊടുത്തില്ല ആമസോൺ തുടങ്ങാൻ വേണ്ടി. ഇന്ന് സെക്കൻഡിന് വരുമാനം വാങ്ങുന്നുണ്ട്, സെക്കൻഡിന് 2.5 ലക്ഷം വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് ആ ഒരു ബിസിനസ് മാറി. അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, സ്വന്തമായിട്ടൊരു ഫാക്ടറി ഇല്ല, സ്വന്തമായിട്ടൊരു ഷോപ്പ് പോലും ഇല്ല. എന്തുകൊണ്ട് മാറ്റം വരുന്നു? കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഞാൻ അവനോട് പറഞ്ഞേ, പന്നിക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിന്റെ ബിസിനസ് തീർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പന്നികളെല്ലാം മനുഷ്യന്മാരാണ്, അതുകൊണ്ട് എന്റെ ബിസിനസ് ഡെവലപ്പായി പോയിക്കൊണ്ടിരിക്കും. ഇനി ഉദാഹരണത്തിന് ഞാൻ ഇല്ലെങ്കിൽ പോലും 5 ലക്ഷം രൂപ എന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് കിട്ടും. നീ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പന്നി ഫാമിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ നിന്റെ കയ്യിലോട്ട് വരുമോ? ഇല്ല, ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളില്ലെങ്കിൽ പോലും, നമ്മൾ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് നമുക്ക് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമ്മൾ റിട്ടയർ ആയിട്ടില്ലെങ്കിൽ മാത്രം ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഗവൺമെന്റ് ജോലി സ്വന്തമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറ്റക്കുള്ള വർക്കാണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ നമ്മുടെ വരുമാനത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും വരുമാനം വരുമോ? ഒരിക്കലും ഇല്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡോക്ടറെ എടുക്കാം. ഞാൻ അങ്ങനെ പറയുന്നോ ഇത് പഠിപ്പിക്കുന്നോ എന്നുള്ള രീതിയിലേക്കൊന്നും നിങ്ങൾ ആരും കാണരുത്. ഈ ഒരു രീതിയിലേക്കെങ്കിലും നിങ്ങൾ ചിന്തിക്കട്ടെ എന്നുള്ളത് മാത്രമായിട്ടേ നിങ്ങൾ കാണാവൂ. ഒരു ഉദാഹരണത്തിന് ഒരു ഡോക്ടറാണ്, ഒരു സർജനാണെന്ന് കൂട്ടോ. ഒരു സർജനാണ്, ഈ വളരെ തിരക്കുള്ള ഒരു സർജനാണ്. പക്ഷെങ്കിൽ അയാൾക്കൊരു പാർക്കിൻസൺസ് വന്നു കഴിഞ്ഞ്, കൈ വറക്കുന്ന ഒരു അസുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ ഭാര്യനെ വിളിച്ചിട്ട് നീ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കോടികൾ മുടക്കിയിട്ട് പഠിച്ചിറങ്ങുന്ന ആളെ സംഭവിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ജീവിതം വഴിമുട്ടുന്ന രീതിയിലേക്കാ. ഇപ്പൊ തന്നെ വിദഗ്ധന്മാർ പറയുന്നത് 92 ബില്യൺ ആളുകളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന 92 ബില്യൺ ആളുകളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു AI വരുന്നതോടുകൂടി. എന്നാൽ AI വലിയ സംവിധാനമാണോ? അതുമല്ല. AI പറ്റി പറയുന്നത് അതെല്ലാം വെറും വേസ്റ്റ് ആണ്. ഇനി വരുന്നുണ്ട് അടുത്തത് AGI വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിന്റെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സിന്റെ, അതുപോലെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ആളുകളെ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇനി അതൊരു വലിയ സംവിധാനമാണോ? അതും ഒരു സംവിധാനമല്ല. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരാൻ പോകുന്നുണ്ട്.
അത് വന്നു കഴിഞ്ഞാലോ ഒരു കൂട്ടാളുകൾ ചിന്തിക്കുന്ന പോലെ, നമ്മളിപ്പോ ഒരു കമ്മിറ്റി വിളിച്ചിട്ട് ഒരു കൂട്ടാളുകൾ ചിന്തിക്കുന്നില്ലേ, ആ രീതിയിലേക്ക് വരാൻ പോകുന്നുണ്ട്. കാരണം ഇതെല്ലാം വരും എന്നുള്ള ഉറപ്പാ, നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഈ മൊബൈലിന്റെ ഇത് നമുക്കൊരു 20 വർഷം മുന്നേ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അല്ലെ, സൂം നടന്ന മീറ്റിംഗ് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടോ? ഇത് വന്നിട്ടില്ലേ? ഏതെല്ലാം രീതിയിലാണ് വരുന്നത്? ഡ്രൈവർ ഇല്ലാത്ത കാറുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞ്, അതിപ്പം കേരളത്തിലെത്തിയിട്ടില്ലെങ്കിൽ പോലും ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വന്നു കഴിഞ്ഞ്, ഇനി മനുഷ്യന് പറക്കാവുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞ്, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞ്. അപ്പൊ ഈ രീതിയിലേക്ക് ഇനി വരാൻ പോന്ന, എന്നാലോ നമ്മളെ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു കാരണവശാലും സംഭവിക്കില്ല. എന്ത് സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും മനുഷ്യനെ പോലെ തമ്മിൽ ഇടപെട്ട് സംസാരിച്ച് അവരെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു മെഷീനും പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് ബന്ധത്തിന്റെ ബിസിനസ് ആയതുകൊണ്ടും, നമ്മൾ ബന്ധപ്രകാരം ആണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടും നമുക്കൊരിക്കലും അതിന്റെ ഒരു ദോഷം വരാൻ പോകുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ജെമിനിയോട് ചോദിച്ചാൽ അറിയാം, എഐനോട് ഗൂഗിളിനോട് ചോദിച്ചാൽ അറിയാം. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഭാവി നിങ്ങൾ ചോദിക്ക്. 2030 തന്നെ പറയുന്നത് 328 ബില്യനാ, 32 ലക്ഷം കോടിന്റെ കച്ചവടം നടക്കാൻ പോകുന്ന മേഖല 2030 കൂടി. ആ ഒരു മേഖലയിലെ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ, കാലത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ ചെരുപ്പ് മുറിക്കുന്ന, കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കാലിനനുസരിച്ച് ചെരുപ്പാ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. കാലിനനുസരിച്ചുള്ള ചെരുപ്പ് ധരിക്കാൻ പറ്റണം. നമ്മളെ ചിന്തയാണ് നമ്മളെ പിറകിലോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്ത, എന്താ പടച്ചോനെ, നമ്മൾ ആവശ്യത്തിന് അധ്വാനിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും വീണ്ടും വീണ്ടും ഇങ്ങനെയായി പോകുന്നത്? ഇത് നമ്മളെ ചിന്തയാണ്. അത് നിങ്ങൾ ഓരോ മതത്തിലും എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയിൽ പോയ ആൾക്കാർക്ക് അറിയാം, തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നീ തന്നെയാണത്. ഇനി അത് ഖുറാനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ചത്ത വജത, എല്ലാത്തിലും പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാൻ എന്താന്ന് മനസ്സിലാക്കിയുള്ളൂ. പൊതുവെ സൈക്കോളജി പോലും പറയുന്നത്, നിങ്ങൾക്ക് എന്തിനോടും നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനോട് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെ ലീഡേഴ്സിനോട് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നന്ദി ഉണ്ടോ? നിങ്ങൾ ചെയ്യാത്ത സമയത്തും അവർ ചെയ്യുന്നു, അത് അവരോട് നന്ദി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കുന്ന. അപ്പൊ നന്ദിയുള്ളവരാകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം പഠിച്ച ഒരുപാട് കാര്യങ്ങളിൽ നന്ദി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ആ നന്ദിയുള്ളവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രം മതി, നമ്മളെ വിജയം ഉറപ്പാണ്. നിങ്ങൾ ഒരു 15 ദിവസം എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് നിങ്ങൾ നന്ദി പറഞ്ഞു നോക്ക്, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വരാം. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇടിക്കുന്ന നിങ്ങളെ ഹൃദയത്തിന് നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ? അല്ലേ, നിങ്ങളെ കിഡ്നി, നമുക്കറിയാം ഒരു ദിവസം 150 പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അത് കിഡ്നി ചെയ്യുന്നുണ്ട്. ആ കിഡ്നിക്ക് വേണ്ടിയിട്ട് അത് ഡയാലിസിസ് സെന്റർ പോയി കണ്ട ആൾക്കറിയാം അവിടുത്തെ എത്ര വലിയൊരു മിഷനാണ് ഈ ഡയാലിസിസ് നടത്തുന്നത് എന്നുള്ളത്. ആ ഡയാലിസിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ ചെറിയ ഒരു 150 ഗ്രാം മാത്രമുള്ള കിഡ്നി നമുക്ക് വേണ്ടിയിട്ട് ഫിൽട്രേഷൻ നടക്കുന്നില്ലേ? അതിന് നമുക്ക് എന്തെങ്കിലും നന്ദിയുണ്ടോ? നമ്മൾ എന്താ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ കഷ്ടപ്പാട്, എന്റെ കഷ്ടപ്പാട്, എന്റെ കഷ്ടപ്പാട്, ഇതല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കഷ്ടപ്പാട് ചിന്തിച്ചാൽ കഷ്ടപ്പാട് വരും, നല്ലത് ചിന്തിച്ചാൽ നല്ല വരും. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ തന്നെയാണ് നമ്മളെ വിജയത്തിനും പരാജയത്തിനും പിന്നിൽ നിന്ന് നമ്മൾ എപ്പം മനസ്സിലാക്കുന്നോ അന്ന് മുതൽ നമ്മൾ വിജയിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ പരാജയത്തിനും വിജയത്തിനും പിന്നിൽ നിന്ന് നമ്മൾ എപ്പം മനസ്സിലാക്കുന്നുണ്ടോ അന്ന് മുതൽ നമ്മൾ വിജയിച്ചു തുടങ്ങി. അത് നമ്മൾ ഓർമ്മിക്കുന്നതാണെങ്കിൽ ഇത് മാത്രമേ വേണ്ടൂ. ഒരുപാട് ഗുണങ്ങൾ നമ്മളോടുള്ള പല ആൾക്കാരോടും ചോദിക്കും, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവരറിയൂ, എനിക്ക് വീടുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. ഇതാണ് ആൾക്കാരെ ഏറ്റവും വലിയ പരാജയം. അതല്ല നമ്മളെ വിജയം. നമുക്ക് കണ്ണ് തുറന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാര്യം കേൾക്കാൻ പറ്റി, അതല്ലേ വിജയം. കേൾക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്, കാണാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കറിയാം. നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ കിലോമീറ്റർ കണക്കിന് നടന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കിട്ടാൻ പോലും കിലോമീറ്ററുകളോളം നടക്കണ്ട. അപ്പൊ നമ്മൾ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നില്ല. നമ്മളെ വീട്ടിലെ വെള്ളം നമ്മൾ പായാക്കുന്നുണ്ട്, ഇല്ലേ?
ഇത് ഞാൻ ആരെ അങ്ങനെ ഉപദേശിക്കുന്നോ കാര്യം പറയുന്നല്ല, ഒരു സാങ്കല്പികമായി ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്ന സമയത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു രീതിയിൽ നന്ദിയുള്ളവരാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾക്ക് നമ്മളെ ടീമിനെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ, അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അവർ ചില സമയത്ത് നമ്മളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും, അതിന് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവർക്ക് അവരെ കുടുംബത്തിലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുള്ള സമയത്ത് അതെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച്. നമ്മൾ കേട്ടിട്ടുണ്ട് നെപ്പോളിയൻ എന്ന് പറയുന്ന ചക്രവർത്തി, അയാളെ എല്ലാ യുദ്ധങ്ങളും വിജയിക്കുന്ന സമയത്തും അയാളെ വിജയത്തിന്റെ രഹസ്യം നോക്കിയ സമയത്ത് അയാൾ പറ്റി പഠിച്ച സമയത്ത് പറഞ്ഞത്, അയാൾക്ക് അയാളെ സൈന്യത്തിലെ എല്ലാ ആളുകളെയും അറിയേ, അയാളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയേ, അയാളെ ബുദ്ധിമുട്ടുകൾ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾ വിജയം അത് മാത്രമാണെന്ന് പറഞ്ഞു. നിങ്ങളെ കൂടെ വന്ന ആൾക്കാർ, നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഫാമിലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബ പാശ്ചാത്തലത്തിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയും നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ വിജയം അത് മാത്രമേ വേണ്ടൂ. അത് മാത്രം ചെയ്ത് നമ്മൾ വിജയിക്കുന്നവർ, അത് മാത്രം ചെയ്താൽ മതി. ആ ഒരു രീതിയിലേക്കുള്ള ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇത് പഠിപ്പിക്കുന്നതെന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത്. ഞാൻ ഒരു പഠിപ്പിക്കുന്ന രീതിയിലേക്കോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ചിന്തയും കാര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ തീരുമാനം എടുക്കുക. ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും കാര്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിജയത്തിന്റെ പരാജയത്തിന്റെയും കാരണം നമ്മളാന്ന് ഇന്ന് തിരിച്ചറിയേ അതിനൊരു തീരുമാനം എടുക്കുവാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിജയം ഇന്ന് മുതൽ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങും. തീരുമാനം എടുക്കും, ആ തീരുമാനം നമ്മളെ വിജയിപ്പിക്കും. അതിന് നിങ്ങളെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. 2026 നിങ്ങളെ വർഷമായിട്ട് മാറ്റണം. ആ ഒരു രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുക്കുക. ഇപ്പൊ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കുന്നുണ്ട്, എന്ത് പഠിക്കണമെന്ന് അറിയാത്ത രീതിയിലേക്കാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ജോലി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. AI പോലുള്ള സംവിധാനങ്ങളിൽ നിന്ന് മാറി ഇനി AGI വരുന്നുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ഇന്റലിജൻസ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്തേക്ക് എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക? പലതിലും PhD എടുക്കുന്നുണ്ട്. PhD ഒന്നും ഇനി ഭാവിയിലേക്ക് PhD കൊണ്ടൊന്നും ഒരു ഗുണമില്ലാത്ത രീതിയിലേക്ക് മാറാൻ പോകുന്ന. ഇനി 92 ബില്യൺ ആളുകൾ ജോലി പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ 170 ബില്യൺ പുതിയ ജോലികൾ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പുതിയ ജോലികൾ വരുന്ന സമയത്ത് അത് ബ്രില്യൻ്റ് ആയ ആളുകൾക്ക്, അപ്ഡേഷൻ നടത്തിക്കൊണ്ടേ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ജോലികളിൽ സാധ്യത പോലുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യത നിങ്ങളൊന്ന് പഠിക്കുക. ABI ഓക്കെ, ഒരാൾ കറക്റ്റായിട്ട് ABG ഓക്കെ, ഒരാൾ കറക്റ്റായിട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള സംവിധാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലൊരു വലിയൊരു മാറ്റം വരുത്താനുള്ള ഒരു സമയം അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം നിങ്ങൾ കാത്തു നിൽക്കാൻ പാടില്ല. കാരണം നമ്മളെ കയ്യിൽ ഇനി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് രോഗം വരാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ്. നമുക്കിപ്പം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രോഗം വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഈ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗിക്കുക. ഈ സംവിധാനങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മളെ കിഡ്നി, നമ്മളെ പാൻക്രിയാസ്, നമ്മുടെ ലിവർ, നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ പ്രൊഡക്റ്റ് ട്രെയിനിങ് കഴിയുന്ന സമയത്തും പല ആൾക്കാരും പല പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് ശേഷമാണ്. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലാത്ത കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ വേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യം ആവശ്യമില്ല. ഈ സാധനത്തിനെ പറ്റി കൃത്യമായിട്ടൊന്ന് പഠിക്കുക. എന്താണ് അത് നമ്മളെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പഠിക്കുക. 95 പറ്റുമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയാൽ ഏറ്റവും ബെറ്ററായി. 95 തന്നെ നമ്മളെ മെറ്റബോളിസത്തിന് വലിയ രീതിയിലേക്ക് മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കോശ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ. പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓരോ പ്രൊഡക്റ്റും ഇപ്പോൾ ഉദാഹരണത്തിന് പല ആളുകളും ഡയബ ലൈഫ് ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ കാരണം അതിന്റെ സീരിയസ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഡയബ ലൈഫ് നമുക്കറിയാം, ഷുഗർ ഇന്ന് ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ഷുഗറിന്റെ അവസ്ഥ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഒന്നും മാത്രമല്ല, ഷുഗറിന് ഇപ്പോൾ ആളുകൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെഡിസിന്റെ പാർശ്വഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നെർവുകളെയും തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോകുന്നത് കാഴ്ചശക്തിയാണ്. റെഡിക്ക് പറഞ്ഞ ഉപ്പിലിട്ട മാങ്ങ പോലെ എന്ന് വേണമെങ്കിൽ ഷുഗറിനെ പറയാൻ പറ്റും.
ക്യാൻസർ പോലും മാരക രോഗമല്ല, ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുണ്ട്. ഷുഗർ നമ്മളെ ഓരോ നാഡീ വ്യവസ്ഥേനെയും തളർത്തുകയും എല്ലിന്റെ ബലം കുറയുന്ന അവസ്ഥയിലേക്കെല്ലാം പോകുന്നുണ്ട്. ഒറ്റൊരു പ്രാവശ്യം ഡയാലിസിസ് സെന്ററിൽ ഒന്ന് പോയാൽ മാത്രം മതി. ഒറ്റൊരു പ്രാവശ്യം ഒന്ന് പോയാൽ മതി. എന്നാൽ അറിയാം നമ്മൾ എന്തിന് നമ്മൾ ഡാബാലൈഫ് കഴിക്കണം എന്നുള്ളത്. പാൻക്രിയാസ് ഗ്രന്ഥിനെ റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഉള്ള ഒരു ഉൽപ്പന്നം കിട്ടിയിട്ട് പോലും ആളുകൾ ശരീരത്തിലോട്ട് ശ്രദ്ധിക്കുന്നില്ല. ശരീരത്തിലോട്ട് ശ്രദ്ധിക്കാണ്ട് നല്ല ഭക്ഷണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ ഇട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലോ ഈ വസ്ത്രങ്ങളെ കൊണ്ടും നമ്മളെ ഉപയോഗിക്കുന്ന ചെരുപ്പാണെങ്കിലും ആഭരണം കൊണ്ടും യാതൊരു ഗുണവും ഇല്ലാത്ത രീതിയിൽ അതെല്ലാം വിറ്റ് തൊലച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡയാലിസിലേക്ക് പോകേണ്ടി വരും. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി മരിച്ചു. അന്ന് തന്നെ പകുതി മരിച്ചു. ഇതിന്റെ ഒരു സീരിയസ്നെസ് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള. എനിക്ക് ഷുഗർ ഉണ്ട്, എന്റെ അയൽവാസിക്ക് ഷുഗർ ഉണ്ട്, ഈ വീട്ടിൽ 4 പേർക്ക് ഷുഗർ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അതൊരു എന്താ പറയേണ്ടത്, അതൊരു സർട്ടിഫിക്കറ്റ് പോലെയായിട്ടാണ് ആളുകൾ കൊണ്ടു നടന്നുകൊടുക്കുന്നത്. ഒരു പ്രാവശ്യത്തെ ഡയാലിസിന് അഥവാ ഡയാലിസിസ് സെന്ററിലേക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ 1800 രൂപയാണ്. ഒരാഴ്ചയിൽ മിനിമം 3 ഡയാലിസിസ് വേണം. 3 ഡയാലിസിസ് ആയാൽ 3 പ്രാവശ്യം ഡയാബാ ലൈഫ് വാങ്ങാനുള്ള പൈസയായി. ഇത് ആളുകൾ ചിന്തിക്കുന്നില്ല. ഒരു 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 ഷുഗർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രോഗത്തിലേക്ക് അടുക്കാൻ പ്രത്യേകിച്ചും വേറൊന്നും വേണ്ട. ഷുഗർ ഒരിക്കലും കുറക്കാൻ പറ്റില്ല. ഇന്ന് വരെ ഒരു 10 കോടി കൊടുത്താൽ പോലും ഇന്ന് വരെ ഷുഗർ കുറച്ച് തന്ന ഒരു അലോപ്പതി മെഡിസിനും ഇല്ല. ആ സമയത്താണ് നമുക്ക് 500 ലെവലിൽ, ഡെയിലി 500 ലെവലിലുള്ള ഷുഗറിനെ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള റിസൾട്ടുകൾ നമ്മളെടുത്ത് വരുന്നത്. അതിന്റെ ഒരു സീരിയസ്നെസ് ഷുഗർ ഉള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവർ ഈ ബിസിനസ്സിലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന പല ആളുകളും, ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മക്കളെ പോലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടാത്ത ഒരു അവസ്ഥയിലുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അനിയൻ ഒരു പ്രോഡക്റ്റ് പോലും എൻ്റെ അടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നില്ല. ആകെ ഉപയോഗിക്കുന്നത് പേസ്റ്റ് മാത്രമാണ്. എന്നാൽ ആ അനിയന്റെ മകന് ഒരു മാസത്തിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആ സമയത്തും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരെ കാര്യമാണ്. അവൻ വേറൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചെന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു ചിന്താഗതിയിൽ. അനിയനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അനിയന്റെ ഭാര്യനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് നമുക്ക് എന്തോ ഒരു പൊട്ടത്തരത്തിൽ ആരോ പറഞ്ഞ് പെട്ടുപോയതാണ്, അതുകൊണ്ട് കഴിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്ക്. എന്നാൽ ഇംഗ്ലീഷ് മെഡിസിന്റെ ദൂഷ്യഫലങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നുണ്ട്. 35% രോഗങ്ങളും മെഡിസിന് കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. 35 രോഗങ്ങൾ. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം. ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോയാൽ അത് പ്രത്യേകമായിട്ട് എഴുതി വെച്ച കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ആയുഷ് ഡിസ്പെൻസറി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ എഴുതി വെച്ചാണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം കുറക്കുക. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഡോക്ടർമാർ ആന്റിബയോട്ടിക് കുറക്കുന്നുണ്ടോ? കൂട്ടുകയാണ് ചെയ്യുന്നത്. അവരെ പേരെടുക്കാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടേ നിൽക്കുന്നു. ഈ ആന്റിബയോട്ടിക് പ്രോബയോട്ടിക്കിനെ നശിപ്പിക്കുന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ പ്രോബയോട്ടിക്കിന്റെ നാശമാണ് ഇന്ന് എല്ലാവിധ രോഗത്തിന്റെ മെയിൻ കാരണം. അത് ആയുർവേദം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വയറ് ക്ലിയർ ആയാൽ ശരീരം ക്ലിയർ ആയി. വയറ് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒന്നും കഴിക്കുന്നില്ല. പണ്ട് കാലത്ത് നമ്മൾ തൈര് കഴിച്ചുകൊണ്ടിരുന്നത് അത് ഇന്നില്ല. തൈര് കഴിക്കാത്ത രീതിയിലേക്ക് നമ്മൾ മാറി. ഇനി നല്ല തൈര് കിട്ടുന്നുണ്ടോ? അതും ഒരിക്കലും ഇല്ല. അപ്പം എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഈ ബിസിനസ്സിനെ പറ്റി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതൊരു പഠിപ്പിച്ച പോലെയായിട്ട് നിങ്ങൾ ആരും കാണരുത്. നമുക്ക് അതിന് മാത്രമുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. ആ യാഥാർത്ഥ്യങ്ങൾ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.